ആമസോൺ മഴക്കാടുകൾ നമ്മുടെ ലോകത്തിലെ അപൂർവമായ കാടുകളാണ്. അത് വിചിത്രമായ രഹസ്യങ്ങളാൽ നിറഞ്ഞതാണ്. ഈ കാടുകളെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വിചിത്രവും നിഗൂഢവുമായ മൃഗങ്ങൾ, അപകടകരമായ താപനില, നെഞ്ചെടുപ്പ് കൂട്ടുന്ന നദികൾ, അപകടകരമായ നിബിഡവും വിഷമുള്ളതുമായ മരങ്ങളും സസ്യങ്ങളും നിങ്ങൾക്ക് ഈ കാട്ടിൽ മാത്രമേ കാണാൻ കഴിയൂ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ കാടുകളുടെ പ്രത്യേകത? ഈ കാടുകളിലേക്ക് പോകുന്നത് മരണത്തിന്റെ വായിലേക്ക് പോകുന്നതിന് തുല്യമാണ്. കൂടാതെ ഇവിടുത്തെ കാഴ്ച മറ്റൊരു ലോകത്തെ കാഴ്ചയേക്കാൾ കുറഞ്ഞതല്ല. ഈ കാടുകളുടെ ആഴങ്ങളിൽ ഡൈനോസറുകളുടെ വംശങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്നത് സംശയമാണ്. യഥാർത്ഥത്തിൽ ഈ കാടുകൾ എങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ടാകും? സുഹൃത്തുക്കളെ, നിങ്ങൾക്കും ആമസോൺ കാടുകളുടെ ഈ വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ രഹസ്യത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ആമസോൺ കാടുകളിനെ കുറിച്ച് അത്തരം രഹസ്യങ്ങൾ പറയാൻ പോകുകയാണ്. അത് നിങ്ങൾ മുമ്പ് ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് വേഗത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ഒരു ലൈക്കും നൽകുക. നമുക്ക് വീഡിയോ ആരംഭിക്കാം. സുഹൃത്തുക്കളെ, നമ്മുടെ ഭൂമിയുടെ 71% ഭാഗം വെള്ളത്തിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്കി 29% ഭാഗം കരയാണ്. എന്നാൽ ഇതിൽ ഏകദേശം 31% ഭാഗം കാടുകളുടെ മാത്രം പങ്കിലാണ് വരുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, വളരെ അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ ഒരു വശത്ത് നമ്മൾ ചൊവ്വയിലെത്താൻ ശ്രമിക്കുന്നു, മറുവശത്ത് നമ്മുടെ സ്വന്തം ഭൂമിയുടെ രഹസ്യങ്ങളെക്കുറിച്ച് ഇതുവരെ അജ്ഞാതരാണ്. അത്തരം ഭൂമിയിൽ നിലകൊള്ളുന്ന എല്ലാ രഹസ്യങ്ങളിലും ഒന്നാണ് ആമസോൺ കാടുകൾ. ഇത് വളരെ വലുതും നിബിഡവുമാണ്. ഇതൊരു രാജ്യമാണെങ്കിൽ ലോകത്തിലെ 9ാമത്തെ വലിയ രാജ്യമായിരിക്കും. ആമസോൺ കാട് ഒന്നല്ല, മൊത്തം 9 രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഭാഗം ബ്രസീലിൽ, അതായത് 60%, 13% പെറുവിലും, 10% കൊളംബിയയിലും, കൂടാതെ ഇതിനുശേഷവും 5 രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്നു. നിങ്ങൾക്കറിയാമോ, ആമസോൺ കാട്ടിൽ ഏകദേശം 400 കോടിയിലധികം മരങ്ങളും സസ്യങ്ങളുമുണ്ട്. ഈ മരങ്ങൾ വളരെ വലുതും നിബിഡവുമാണ്. ഇവിടെയുള്ള നിലം സൂര്യപ്രകാശത്തിനായി പോലും കൊതിക്കുന്നു. സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് എത്താൻ പോലും കഴിയില്ല. ഇവിടുത്തെ മരങ്ങൾ അത്രയധികം നിബിഡമാണ്. ലോകത്തിലെ 62% റെയിൻ ഫോറസ്റ്റിന്റെ ഭാഗവും ആമസോൺ കാടുകളിൽ നിന്ന് മാത്രമാണ് വരുന്നത്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ആണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഈ ഫോറസ്റ്റ് ഏകദേശം 6.5 മില്യൺ ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ഈ പ്രദേശം എത്ര വലുതാണെന്നാൽ ഇതിൽ പാകിസ്ഥാൻ പോലെയുള്ള 7 രാജ്യങ്ങളും ഇന്ത്യ പോലുള്ള 2 രാജ്യങ്ങളും ദുബായ് പോലെയുള്ള 157 രാജ്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയും. മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ 20% ഓക്സിജൻ ഈ കാട് ഒറ്റയ്ക്കാണ് നൽകുന്നത്. അതുകൊണ്ടാണ് ആമസോൺ കാടിനെ നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത്. ഈ കാട് പുറത്തുനിന്ന് എത്ര മനോഹരമായി കാണപ്പെടുന്നുവോ ഉള്ളിൽ നിന്നും അത്രത്തോളം ഭയപ്പെടുത്തുന്നതും അപകടകരവുമാണ്. ഈ കാട്ടിൽ അത്രയധികം രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. ഇതുവരെ ശാസ്ത്രജ്ഞർക്ക് പോലും ഇവയെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. WWFന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 1999നും 2009നും ഇടയിൽ ശരാശരി 1 ദിവസങ്ങളിൽ ആമസോൺ കാട്ടിൽ ഒരു പുതിയ സസ്യമോ മൃഗത്തിന്റെ ഒരു പുതിയ വംശമോ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്ന ഇതുവരെയുള്ള ഏറ്റവും വലിയ പാമ്പ് എത്ര അടി നീളമുള്ളതാണെന്നും ഇപ്പോൾ അത് എവിടെയാണ് കാണപ്പെടുന്നതെന്നും നിങ്ങൾക്കറിയാമോ? 1 ഇഞ്ച് ചെറുതായി കാണപ്പെടുന്ന എട്ടുകാലിക്ക് 6 അടി വലുപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും വലിയ എട്ടുകാലി യഥാർത്ഥത്തിൽ എവിടെയാണ് ജീവിക്കുന്നത്? ഈ കാട്ടിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അത്തരം ആദിവാസികളും ജീവിക്കുന്നുണ്ട്. അതേ സുഹൃത്തുക്കളെ, ഈ രഹസ്യങ്ങളെല്ലാം ഭീമാകാരമായി ആമസോൺ കാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. അവയെ ഓരോന്നായി നമുക്ക് മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾ പലതരത്തിലുള്ള നദികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്നാൽ തിളച്ചു മറിയുന്ന ഒരു നദിയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് കേട്ടോളൂ. കാരണം ഇത് തിളച്ചു മറിയുന്ന നദി വേറെങ്ങുമല്ല, ആമസോൺ കാട്ടിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ഷനായ് ടിംപിഷ്ക എന്ന പേരുള്ള ഈ നദിയെ യഥാർത്ഥത്തിൽ തിളച്ചു മറിയുന്ന നദി എന്ന് വിളിക്കുന്നതായിരിക്കും കൂടുതൽ ശരി. ഈ നദിയുടെ നീളം 6.5 കിലോമീറ്റർ ആണ്. ഈ നദിയിൽ ആര് പോയോ അവർക്കൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിന്റെ താപനില 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇത് മിനിറ്റുകൾക്കുള്ളിൽ ഏതൊരു മനുഷ്യനെയും തിളപ്പിച്ചു കളയും. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എന്തുകൊണ്ടാണ് ഈ നദിയെ ബോയിലിംഗ് റിവർ എന്ന് വിളിക്കുന്നത് എന്ന്. ഈ നദിയിലെ വെള്ളം അത്രയധികം തിളയ്ക്കുന്നു. ചുറ്റുമുള്ള ആളുകൾക്ക് ഇതിലെ വെള്ളം ഉപയോഗിച്ച് ചായയും മുട്ടയും വരെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ നദിയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ജിയോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ 1/2 സെക്കൻഡിൽ താഴെ സമയം തന്റെ കൈ ഈ വെള്ളത്തിൽ മുക്കി വെച്ചാൽ കയ്യിൽ 3-ാം ഡിഗ്രി പൊള്ളൽ ഉണ്ടായേക്കാം. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള തിളയ്ക്കുന്ന നദി ഉണ്ടാകുന്നത് അസാധ്യമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും ഹോളിവുഡ് സിനിമയിൽ മരങ്ങൾ നടക്കുന്നത് കണ്ടിട്ടുണ്ടാകും. എന്നാൽ അത്തരം മരങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? ഇല്ല അല്ലേ? എന്നാൽ സുഹൃത്തുക്കളെ, ആമസോൺ കാടുകളിൽ കാശാപ്പുന്ന എന്ന പേരുള്ള അത്തരം നടക്കുന്ന മരങ്ങൾ കാണപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. അവയ്ക്ക് ശരിക്കും നടക്കാൻ കഴിയും. എന്നാൽ ഈ മരങ്ങൾ ഹോളിവുഡ് സിനിമയിൽ കാണുന്നത് പോലെ വേഗത്തിൽ ഓടില്ല. കാരണം അവയുടെ നടക്കുന്ന വേഗത വളരെ പതുക്കിയാണ്. എന്നാൽ അതെ, അവ സമയം
സമയത്തിനനുസരിച്ച് സ്വന്തം സ്ഥാനത്ത് നിന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ കാരണം ഈ മരങ്ങൾ സൂര്യപ്രകാശം വരുന്ന അതേ ദിശയിലേക്ക് മുന്നോട്ട് നീങ്ങുന്നു എന്നതാണ്. ഈ കാരണത്താൽ ഇതിന്റെ പുതിയ വേരുകൾ മുന്നോട്ട് രൂപപ്പെടാൻ തുടങ്ങുകയും പതുക്കെ പുറകിലുള്ള വേരുകൾ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇതേ കാരണം കൊണ്ട് ഈ മരം മുന്നോട്ട് നീങ്ങുന്നതായും നടക്കുന്നതായും കാണപ്പെടുന്നു. സുഹൃത്തുക്കളെ, ആമസോൺ കാട്ടിൽ ജീവജാലങ്ങൾ മാത്രമല്ല ആദിവാസി മനുഷ്യരും ജീവിക്കുന്നുണ്ട്. ഇവരിൽ ചില ആദിവാസികൾ കാടിന്റെ അതിരുകളിലാണ് താമസിക്കുന്നത്. അവർക്ക് പുറം ലോകമായും സമ്പർക്കമുണ്ട്. എന്നാൽ ആമസോണിന്റെ കാടും മണ്ണും മാത്രമായി ഒതുങ്ങിപ്പോയ ചിലവരുമുണ്ട്. അവർ വളരെ ഉള്ളിലാണ് താമസിക്കുന്നത്. നമ്മൾ സാങ്കേതിക വിദ്യയിൽ 10 ചുവട് മുന്നോട്ട് നടക്കുമ്പോൾ അവർക്ക് ടെക്നോളജിയുടെ ടീ പോലും അറിയില്ല. അവർ ഇപ്പോഴും പഴയ കാലത്ത് ജീവിതമാണ് നയിക്കുന്നത്. അതിൽ അവർ മൃഗങ്ങളെ കൊന്ന് തീയിലിട്ട് ചുട്ടുതിന്നുകയും മരത്തിന്റെ ഇലകൾ കൊണ്ട് സ്വന്തം വസ്ത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കാടിന്റെ തികച്ചും ഉള്ളിൽ താമസിക്കുന്ന ഈ ആദിവാസികൾ മനുഷ്യരെ കുറിച്ച് അറിയുകയുമില്ല, അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. അബദ്ധവശാൽ പോലും ഏതെങ്കിലും മനുഷ്യൻ ഈ കാടിന്റെ ഉള്ളിൽ എത്തിപ്പെട്ടാൽ അവന്റെ അടയാളം പോലും നിങ്ങൾക്ക് ലഭിക്കില്ല. സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും അപകടകരമായ ജീവികളെ കുറിച്ച് നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ പല വലിയ ജീവികളും ഉണ്ടാകും. എന്നാൽ സുഹൃത്തുക്കളെ, ഇത് ആമസോൺ ആണ്. ഇവിടെ 4 സെന്റിമീറ്ററുള്ള ജീവിക്ക് പോലും നിങ്ങളുടെ ജീവൻ എടുക്കാൻ കഴിയും. അതെ, നമ്മൾ സംസാരിക്കുന്നത് ആമസോണിൽ കാണപ്പെടുന്ന വിഷമുള്ള തവളകളുടെ വംശത്തെ കുറിച്ചാണ്. ആമസോൺ കാട്ടിൽ ഏകദേശം 120 തരം വിഷത്തവളകൾ കാണപ്പെടുന്നുണ്ട്. തിളങ്ങുന്ന സ്വർണ്ണ നിറമുള്ള ഈ തവളയെ കാണാൻ വളരെ മനോഹരമാണ്. എന്നാൽ ഒരു തവളയിൽ ഏകദേശം 10 പേരെ കൊല്ലാൻ ആവശ്യമായ വിഷം അടങ്ങിയിട്ടുണ്ട്. നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ അഭിപ്രായത്തിൽ ഈ ഡാർട്ട് ഫ്രോഗ് ഭൂമിയിൽ ഏറ്റവും വിഷമുള്ള ജീവികളിൽ ഒന്നാണ്. ഇവ പല നിറങ്ങളിൽ കാണപ്പെടുന്നു. മഴക്കാലത്തിലാണ് ഇവ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ആമസോൺ കാട്ടിലെ മറ്റ് അപകടകരമായ മൃഗങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കാനാണ് ഇവ വിഷമുള്ളതായിരിക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. എന്നാൽ ഇവയുടെ വിഷത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഇതുവരെ ശാസ്ത്രജ്ഞർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ അനാകൊണ്ട പാമ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അതിനെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ പാമ്പ് എന്ന് വിളിക്കുന്നു. ഈ പാമ്പ് ലോകത്തിൽ ആമസോണിൽ മാത്രമേ കാണാൻ കഴിയൂ എന്ന് നിങ്ങളോട് പറയട്ടെ. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ അനാകൊണ്ട പാമ്പിന്റെ പരമാവധി നീളം 30 അടി വരെയാകാം. എന്നാൽ 1906 പെർസി ഫാവ്സെറ്റ് എന്ന ബ്രിട്ടീഷ് അമേരിക്കൻ പരിവേഷകൻ താൻ ആമസോൺ കാട്ടിൽ 70 അടി നീളമുള്ള പാമ്പിനെ കണ്ടതായി പറയുന്നു. ആമസോൺ കാട്ടിൽ ഇത്രയും നീളമുള്ള പാമ്പ് ഉള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ്. എന്നാൽ തന്റെ ഈ അവകാശവാദം തെളിയിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മരണം ഇതേ കാട്ടിൽ നിഗൂഢമായ രീതിയിൽ സംഭവിച്ചു. അതിന്റെ രഹസ്യം ഇന്നുവരെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. സുഹൃത്തുക്കളെ, ആമസോൺ കാട്ടിൽ ആളുകൾ പല നിഗൂഢമായ കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അത്തരമൊരു നിഗൂഢമായ കാര്യമാണ് പറക്കും തളിക, അതായത് UFO. ഇത് ആമസോണിന് മുകളിൽ പലപ്പോഴും പറക്കുന്നതായി കണ്ടിട്ടുണ്ട്. ആമസോൺ കാട് പല ഉപഗ്രഹങ്ങളും ഒളിച്ചിരിക്കുന്ന പ്രധാന സ്ഥലമാണ് എന്ന് പലരും വിശ്വസിക്കുന്നു. ചില ആളുകൾ ഇവിടെ ഏലിയൻസിനെ കണ്ടതായി അവകാശപ്പെടുന്നു. 2011 2 ബ്രിട്ടീഷ് വിനോദസഞ്ചാരികൾ ബ്രസീൽ ആമസോൺ ഫോറസ്റ്റ് സന്ദർശിക്കാൻ പോയിരുന്നു. കാട്ടിൽ ഈ വിനോദസഞ്ചാരികൾ അബദ്ധത്തിൽ എടുത്ത ഒരു ചിത്രം ശാസ്ത്രജ്ഞർക്ക് വലിയ തലവേദനയായി മാറി. അവ എടുത്ത ഒരു ചിത്രത്തിൽ ഏലിയനെ പോലെയുള്ള രൂപം കാട്ടിൽ വ്യക്തമായി കാണാം. അതിനു തൊട്ടു മുന്നിൽ ഏതാനും മീറ്റർ അകലെ ഒരു വൃത്താകൃതിയിലുള്ള വെളിച്ചം തിളങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ആമസോൺ കാടുകൾ എത്രത്തോളം അപകടകരമാണോ നമ്മുടെ ഭൂമിക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതുമാണ്. കാരണം ഒന്ന്, ലോകത്തിലെ മുഴുവൻ 20% ഓക്സിജനും ഈ കാടുകളിൽ നിന്നാണ് പുറന്തള്ളപ്പെടുന്നത്. മറുവശത്ത് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളിൽ ആമസോൺ കാട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ രോഗങ്ങൾക്ക് പോലും നിമിഷനേരം കൊണ്ട് സുഖപ്പെടുത്താൻ കഴിയുന്ന പല ഔഷധ സസ്യങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഔഷധ സസ്യങ്ങൾ കഴിച്ച് നിങ്ങൾക്ക് 200 വർഷത്തിലധികം ജീവിക്കാൻ കഴിയും. ഇതോടൊപ്പം ആമസോൺ കാടിനെ കുറിച്ച് ഗവേഷണം നടത്തുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിത്തരാം. കാരണം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ആമസോൺ കാടുകളിൽ ഗവേഷണം നടത്തിയാലും നിങ്ങൾക്ക് ഈ കാടിന്റെ 10% പോലും അറിയാൻ കഴിയില്ല എന്ന് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ അവസാനം വരെ കണ്ടതിൽ വളരെ നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇത്തരത്തിലുള്ള നല്ല വീഡിയോ ഇനി വീണ്ടും കാണാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരാം.